അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആവുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് എന്താ പറയുക ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ വൈഫാണ് ചെയ്തത്. വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂമായിരുന്നു. അടുത്തേക്ക് എന്തെങ്കിലും ചേച്ചി കൊണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ അധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ആട് 3ലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ മങ്കിപ്പനാണെങ്കിലും ആറാണെങ്കിലും സൂഫി സുജാത ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അതെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓരോരോ പാർട്ടിലും ഓരോരോ സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ ഓടി വരാറ്. ഷാജിപ്പാപ്പന്റെ മുണ്ടിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ട്, ഫസ്റ്റ് പാർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. വളരെയധികം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ്